ഒരു പെണ്ണ് നിമിഷപ്രിയ എന്ന പെണ്ണ് ജയിലിൽ കിടന്ന് തൂക്കുകലിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ മനുഷ്യന്മാർ ഉത്തരവാദിത്തം എന്താ? രക്ഷപ്പെടുത്താൻ പറയാ. അപ്പോഴും വർഗീയവാദം, അവിടെയും വർഗീയവാദം. എന്താണ് ഈ മനുഷ്യന്മാർക്ക്? അതിലെന്ത് ജാതി, അതിലെന്ത് മതം? ഒരു നായ ഒരു കമ്പിയിൽ പണഞ്ഞിട്ട് മുകല്ലവായ നജസ് നായ ഈ ഒന്നിർത്തി ചുമയാക്കുക. ഒരു നായ കൊട്ടിപ്പടയാ എന്ത് കിടന്നിട്ട് ഒരു കമ്പിയിൽ കിടന്ന് പെടയാണെങ്കിൽ ഇജിപ്പ ചുമയക്കുവാണല്ലോ, ഒന്നിർത്തിക്കണല്ലോ. ഞാൻ അല്ലാഹു ഖയ്യൂമാണ്. നിയന്ത്രണം അവന്റെ കയ്യിലാണ്. നിയന്ത്രണവും അവന്റെ കയ്യിലാണ്, നിലനിർത്തുന്നതും അവനാണ്, സംവിധാനവും അവൻ്റേതാണ്, എല്ലാം അവൻ്റേതാണ്. എന്നിരിക്കുമ്പോൾ പിന്നെ ഭരണാധികാരികൾ ആണ് നിയന്ത്രകർ എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്, എന്ത് പ്രസക്തിയാണുള്ളത് എന്നാണ് ചോദ്യം. അത് സ്വാഭാവികമായും ചോദ്യം വരുന്നൊരു ചോദ്യമാണ്. വിശ്വാസിക്ക് അവിടെ ധാരാളം ഉൾക്കൊള്ളാനുണ്ട്. നിരീശ്വരവാദിക്കും ലിബറലിസ്റ്റിനും ആണെങ്കിൽ വസ്തുത അറിയാൻ മാത്രം മനസ്സിലാക്കേണ്ടതുമുണ്ട്, ബാക്കി അവരുടെ ഇഷ്ടം. ഞാൻ ഒന്നുകൂടി പറയാം, ഖയ്യൂമാണ് അല്ലാഹു. ഖയ്യൂം എന്നാൽ എല്ലാം നിലനിർത്തുന്നതും അവനാണ്, എല്ലാ സംവിധാനവും അവൻ്റേതും മാത്രമാണ്, അവനാണ് ഖയ്യൂം. എന്നിരിക്കവേ പിന്നെ ഭരണാധികാരികൾ നിയന്ത്രകരാണ്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ സംവിധാനിക്കപ്പെടുക. ഒരു വാക്ക് പോലും ഉണ്ട് നമ്മുടെ ഇടയിൽ, യഥാ രാജ തഥാ പ്രജ. എങ്ങനെ രാജാവാണോ അങ്ങനെയാണ് പ്രജകൾ പോവുക എന്നൊരു ചൊല്ലുണ്ടല്ലോ. അപ്പോൾ പിന്നെ അല്ലാഹു ഖയ്യൂമാണ് എന്നതിന് എന്താണ് അർത്ഥം? ചോദ്യം മനസ്സിലായില്ലേ? ചോദ്യം വളരെ ചിന്തിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, നീ ഞങ്ങളെ നിനക്ക് ഇഷ്ടപ്പെട്ട അടിമകളിൽ പെടുത്തണമേ. ഈ ഇൽമ, ഈ വഅള് ഒരു മനാഫിഉള്ള ഒരു വഅളാക്കി തരണമേ റബ്ബേ. ഒരുപാട് ഉപകാരങ്ങൾ ഇതുകൊണ്ട് കിട്ടണമേ റബ്ബേ. എല്ലാ ഖൈറിൻ്റെ വാതിലും തുറന്നു തരണമേ റബ്ബേ. എല്ലാ ഷർറുകളും ഒഴിവാക്കി തരണമേ റബ്ബേ. റബ്ബനാ തവഫനാ മുസ്ലിമീൻ ആമീൻ വൽഹഖ്നാ ബിസ്സാലിഹീൻ ആമീൻ. ഖയ്യൂം എന്ന വാക്കിൻ്റെ വ്യാഖ്യാനം നമ്മൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങി വെച്ചതാണ്. പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് പുതിയ ഒരു ആംഗിളിൽ പറയാം. എന്താണിത്? അല്ലാഹു ഖയ്യൂമാണ്, എന്നാൽ എല്ലാം നിലനിർത്തുന്നത് അവനാണ്, എല്ലാം അവൻ്റെ ഹസ്തത്തിലാണ്, എല്ലാം അവൻ്റെ തീരുമാനത്തിലാണ്. അപ്പോൾ ബാക്കിയെല്ലാം അവൻ്റെ ഇബാദാണ്. ഖയ്യൂമായി ആരുമില്ല, ഒക്കെ അബ്ദുൽ ഖയ്യൂമാണ്. അവൻ നമ്മൾ ഖയ്യൂം എന്ന് വിളിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഭരണാധികാരികളുടെ ഭരണതന്ത്രങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് എന്നാണ് ചോദ്യം. കാരണം ഒരു നിലക്ക് ഖയ്യൂമിൻ്റെ പണി തന്നെയല്ലേ പൗരന്മാർക്കിടയിൽ അവർ ചെയ്യുന്നത്. ജാതി മതഭേദമന്യേ പല ജാതി മുസ്ലിങ്ങളായ ഭരണാധികാരികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്, ലോകത്ത് പലതരം ഭരണാധികാരികളുമുണ്ട്. ഈ ഖയ്യൂമിൻ്റെ പണിയാണല്ലോ അവർ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അല്ലാഹുവാണ് ഖയ്യൂം എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും പ്രസക്തിയും എന്താണ്? മറുപടി ചിന്തിക്കുക. ഭരണാധികാരികൾ എപ്പോഴും നിഴലുകൾ മാത്രമാണ്. എപ്പോഴും ഭരണാധികാരികൾ അവർ നല്ലവരാണെങ്കിലും അവർ അക്രമികളാണെങ്കിലും അവർ നിഴലുകൾ മാത്രമാണ്. യഥാർത്ഥ സംവിധാനവും യഥാർത്ഥ ഭരണവും അല്ലാഹുവിൻ്റെതാണ്. ഇവർ നിഴലുകളാണ്. നിഴല് എന്നതിന് സ്വയം ഒരു കൈവാമില്ലല്ലോ. എങ്ങനെയാണോ വസ്തു അതിനനുസരിച്ചാണ് നിഴല്. ഭരണാധികാരി അത് നരേന്ദ്രമോദി ആയാലും വേണ്ടില്ല, ശ്രീമാൻ നരേന്ദ്രമോദി ആയാലും വേണ്ടില്ല, ശ്രീ പിണറായി വിജയൻ സാറായാലും വേണ്ടില്ല, ഇനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയാലും വേണ്ടില്ല, സൗദിയുടെ ഭരണാധികാരി സൽമാൻ ഇബ്നു അബ്ദുൽ അസീസ് ആയാലും വേണ്ടില്ല, ഇവരെല്ലാം നിഴലുകൾ മാത്രമാണ്. യഥാർത്ഥ ഭരണാധികാരിയും യഥാർത്ഥ കൈകാര്യക്കാരനും ആരാണ്? അല്ലാഹു. അപ്പൊ അല്ലാഹുവിന്റെ കൈകാര്യം ഇവരിലൂടെ കാണുകയാണ്. അവർ ചെയ്യുന്ന അക്രമമാണെങ്കിലോ അതും അല്ലാഹുവിന്റെ ഒരു കൈകാര്യമാണ്. അവർ നല്ലവരാണെങ്കിൽ ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ലവനാണ്, അത് ശരി. അതേസമയത്ത് അല്ലാഹു അക്രമിയല്ലല്ലോ, ഇവർ അക്രമിയാണല്ലോ. അല്ലാഹു അക്രമിയല്ല, പക്ഷേ ഇപ്പോൾ ഇവർ ചെയ്യുന്നത് അവന്റെ പ്രവർത്തനത്തിന്റെ നിഴൽ മാത്രമാണ്. അതിൻ്റെ പേരിൽ അവർ ശിക്ഷിക്കപ്പെടാം, പക്ഷേ പിന്നീട് നിങ്ങൾ അനുഭവിക്കുക എന്നത് അവൻ്റെ തീരുമാനമാണ്.
വളരെ ചിന്തിക്കേണ്ട ഒരു വർത്തമാനമാണ് ഈ പറയുന്നത്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖിൽ ബറൂസവി തങ്ങൾ തൻ്റെ തഫ്സീർ റൂഹുൽ ബയാനിൽ പറയുന്ന മുൻകാല വേദഗ്രന്ഥങ്ങളിലെ ഒരു വാക്ക് ഒരു ഭാഗം ഞാൻ നിങ്ങൾക്കിവിടെ വഹിക്കാം, ചിന്തിക്കണം. ബഹുമാനപ്പെട്ടവർ പറയാണ്, പഴയകാല വേദഗ്രന്ഥങ്ങളിൽ അള്ളാഹു അമ്പിയാക്കൾക്ക് ഇറക്കിക്കൊടുത്ത, മറ്റുള്ള നബിമാർക്ക് ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. എന്താ കാണുന്നത്? യഖൂലുല്ലാഹ്, അള്ളാഹു പറയുന്നതായി. എന്താണ് അള്ളാഹു പറയുന്നത്? അനല്ലാഹു മലിക്കുൽ മുലൂക്ക്, ഞാൻ അള്ളാഹുവാണ്, ഞാൻ മലിക്കുൽ മുലൂക്കി, രാജാക്കന്മാരുടെ രാജാവായ അള്ളാഹുവാണ്. ഓഹോ. അപ്പൊ സംസ്ഥാന മുഖ്യമന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പരിധിക്കപ്പുറം ഒന്നുമില്ല. സെൻട്രൽ ഗവൺമെന്റിന്റെ തീരുമാനം നടപ്പിലാക്കാൻ ചട്ടുകമാവുക എന്നത് മാത്രമാണ് സത്യത്തിൽ ആര്? മുഖ്യമന്ത്രിമാർ. ഒരു CA NRC പോലെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് സെൻട്രൽ സർക്കാർ തീരുമാനിച്ചാൽ എൻ്റെ സംസ്ഥാനത്ത് നടപ്പിലാകൂല എന്ന് പണ്ടൊരു മുഖ്യമന്ത്രി പറഞ്ഞ് ചില ആളുകൾ ആനന്ദിച്ചിരുന്നു. അതൊക്കെ വെറും വിടുവായത്തം മാത്രമാണ്. അതൊക്കെ ജനങ്ങളെ പൊട്ടിസാക്കാനും വോട്ട് കളക്ട് ചെയ്യാനുള്ള കളികൾ എന്നതിനപ്പുറം അതിനൊന്നുമില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഒരു ഉദാഹരണം പറയാണ്. ഈ രാജാക്കന്മാരുടെയും രാജാവാണ് തീരുമാനിച്ചത്. മുഖ്യമന്ത്രിമാരെ രാജാക്കന്മാർ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഉദാഹരണം പറയാം. ഇതൊന്നും ഇതിന് ഉദാഹരണമല്ല. മലിക്കുൽ മുലൂക്ക് എന്നതിനൊരു ഉദാഹരണം കണ്ടെത്താൻ ഭൂമിയിൽ കഴിയില്ല. എന്നാലൊരു ഉദാഹരണം പറയാം. എന്താ ഉദാഹരണം? രാജാക്കന്മാർ എന്ന രൂപത്തിൽ നമ്മൾ മുഖ്യമന്ത്രിയെ സംവിധാനിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി ആരാ? രാജാക്കന്മാരുടെയും രാജാവ്. അദ്ദേഹത്തിന്റെ തീരുമാനം നടപ്പിലാക്കാനുള്ള ചട്ടുകം മാത്രമാണ് മുഖ്യമന്ത്രിമാർ. ഒന്നും അവർക്ക് തീരുമാനിക്കാൻ അതിനപ്പുറം കഴിയില്ല. അവർ കട്ടൻട്രിയായ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതാണ് നിയമം. രാജ്യത്തെവിടെയും ഇല്ലെങ്കിൽ ഒരു രാജ്യത്തിന് അവർ പുറത്തു പോകണം. ഇനി അത് പണി വേറെയാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവും. ഇന്ത്യൻ സമൂഹത്തിന്റെ നടുവിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പരിധിയിൽ നിൽക്കുന്നവർക്ക് എന്തൊരു കാര്യവും ഏത് പ്രദേശത്തും ഏതൊരു പോയിന്റ് ഭൂമിയിൽ പോലും നിയമം തന്നെയാണ്. അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണ്. മലിക്കുൽ മുലൂക്കി, ഞാൻ രാജാക്കന്മാരുടെയും രാജാവാണ്. എല്ലാ ചക്രവർത്തിമാർക്കും ഞാൻ രാജാവാണ്. പിന്നെന്താ? ഖുലൂബുൽ മുലൂക്കി വനവാസിഹിം ബിയദി, രാജാക്കന്മാരുടെ ഖുലൂബുൽ മുലൂക്കി, രാജാക്കന്മാരുടെ ഹൃദയങ്ങളും വനവാസിഹിം, അവരുടെ മൂർത്താവുകളും ബിയദി, എൻ്റെ കൈവശത്തിലാണ്. അപ്പോൾ രാജാക്കന്മാരുടെ തലച്ചോറും അള്ളാന്റെ കയ്യിലാണ്, അവരുടെ ഹൃദയവും അള്ളാഹുവിന്റെ ഖുലൂബുൽ മുലൂക്കി, രാജാക്കന്മാരുടെ ഹൃദയങ്ങളും വനവാസിഹിം, അവരുടെ മൂർത്താവുകളും ബിയദി, എൻ്റെ ഹസ്തത്തിലാണ്, എൻ്റെ കൈവശത്തിലാണ്. ഫഇന്നൽ ഇബാദ, നിങ്ങൾ നോക്ക്, ഫഇന്നൽ ഇബാദ, അടിമകൾ, ദാസന്മാർ, സമൂഹം, അതാഉനി, എനിക്ക് വഴിപ്പെടുകയാണെങ്കിൽ ജഅൽതുഹും ലഹും റഹ്മതൻ, ഞാൻ അവർക്ക് അനുഗ്രഹമാക്കി കൊടുക്കും. വഇന്നൽ ഇബാദ അസൗനി, ജനങ്ങൾ എനിക്കെതിരാണ് ചെയ്യുന്നത് എങ്കിലോ ജഅൽതുഹും അലൈഹിം ഉഖൂബ, ഈ ഭരണാധികാരികളെ അവർക്ക് മേൽ ശിക്ഷയുമാക്കി കൊടുക്കും. അപ്പോൾ കൈകാര്യക്കാരൻ ആര് തന്നെ? അല്ലാഹ്. ഒരു ഭരണാധികാരി നല്ലവനല്ലെങ്കിലും ചിലപ്പോൾ നന്മ ചെയ്യും. എന്തുകൊണ്ട്? നന്മ അല്ലാഹു ചെയ്യിപ്പിക്കും. നമ്മൾ ചിന്തിക്കും, ഈ ഭരണാധികാരി എന്റെ ഇങ്ങനെയായി. അതിന്റെ അങ്ങനെ എപ്പോഴും ഇസ്രായേലിനെ താങ്ങുന്ന അമേരിക്കയുടെ പ്രതിനിധികൾ ഈ കഴിഞ്ഞ UN ജനറൽ അസംബ്ലിയിൽ ഇസ്രായേലിനെതിരെ സംസാരിച്ചു. ചിലർ വിചാരിച്ചു നാക്കപ്പേയിരുന്നു. അല്ല, പിന്നെ അവരത് ആവർത്തിച്ചു. ഇസ്രായേൽ ഒരു ഭീകരരാഷ്ട്രമാണെന്ന് അമേരിക്കൻ പ്രതിനിധികൾ UNAയിൽ പറഞ്ഞു. എന്തുകൊണ്ട്? അത് അവരെ കൊണ്ട് പറയിപ്പിച്ചു. ആര്? അല്ലാഹു. ലോകത്തെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് UN ജനറൽ അസംബ്ലിയിൽ USA പ്രതിനിധിക്ക് നാക്കപ്പഴ സംഭവിച്ചു ഇല്ല. അത് പിന്നെ ട്രംപും ആവർത്തിച്ചു. അപ്പോൾ അത് അവരുടെ രാഷ്ട്രത്തിന്റെ നിലപാടായിരുന്നു. മനസ്സിലായില്ല? താൽക്കാലികമെങ്കിലും അതവർ നിലപാടാക്കി. എന്തുകൊണ്ട്? അവർ സത്യത്തിൽ ഇസ്രായേലി താല്പര്യത്തിൽ മാത്രമാണ് ഈ രാജ്യം നിലനിൽക്കുക. എന്നാൽ പോലും ഒരു വേള അവരുടെ നാവിലൂടെ അവർ ഫലസ്തീനികൾക്കും ഇറാനികൾക്കും അനുകൂലമായി പറയിപ്പിച്ചു. എന്തുകൊണ്ട്? ആരാണത് ചെയ്യുക? അല്ലാഹ്. ഇതിനെന്താ കാരണം? അതിനൊരു കാരണമുണ്ടോ? അപ്പൊ നമുക്ക്
ഒരു വലിയൊരു ഉത്തരത്തിൽ എത്തിച്ചേരും. ഇത് കഴിഞ്ഞാൽ പൊതുജനങ്ങൾ അതാഉനി, എനിക്ക് വഴിപ്പെടുകയാണെങ്കിൽ ജഅൽതുഹും ലഹും റഹ്മത്തൻ, ജഅൽതുഹും ഭരണാധികാരികളെ ഞാൻ ആക്കും, ലഹും ജനങ്ങൾക്ക് റഹ്മത്തൻ അനുഗ്രഹമാക്കും. അത് ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ ആ ജനങ്ങൾക്കെല്ലാം ആ ഭരണാധികാരികളെ കീഴിൽ സന്തോഷമായി ജീവിക്കാൻ കഴിയും. എന്തുകൊണ്ട്? അവർ വഴിപ്പെടുന്ന ജനതയായിരിക്കും. ഈ ജാതിമത വ്യത്യാസമില്ലാതെ വഴിപ്പെടുക എന്നത് എന്താർത്ഥം? എന്താണ് ഈ ജാതിമത വ്യത്യാസമില്ലാതെ വഴിപ്പെടൽ? ജനങ്ങൾക്കൊരു പൊതു നിയമമുണ്ട്. ആ പൊതു നിയമത്തിൽ നിന്ന് ജനങ്ങൾ പുറകോട്ട് പോകാൻ പാടില്ല. എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണമെന്നല്ല അതിന്റെ അർത്ഥം. ഒരു പൊതു നിയമമുണ്ട്. മറ്റുള്ളവരോട് സഹതാപം കാണിക്കുക, സ്നേഹം കാണിക്കുക, അനുഗ്രഹം ചെയ്യുക, കുഴങ്ങിയവനെ സഹായിക്കുക, ഭക്ഷണത്തിൽ മായം ചേർക്കാതിരിക്കുക, സാധുക്കളെ പരിഗണിക്കുക. ഇതൊരു ഇത്തായത്താണ്. ഈ ഇത്തായത്തിന് ജാതി മതമില്ല. ജനങ്ങളെല്ലാം എനിക്ക് വഴിപ്പെടുകയാണെങ്കിൽ എന്നർത്ഥം, അതിന്റെ അർത്ഥം ജനങ്ങളെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയാണെങ്കിൽ എന്നല്ല. ജനങ്ങളിൽ എന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർ വളരെ ചെറിയ ന്യൂനപക്ഷം മാത്രം. എന്നാൽ ഹിന്ദു ഭരണാധികാരികൾ നീതിമാന്മാരായ കാലഘട്ടം ചരിത്രത്തിൽ എമ്പാടും കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്തുകൊണ്ട്? ജനങ്ങളെല്ലാം ഒരു പൊതു നന്മയിലായിരിക്കും. എന്താണ് ആ പൊതു നന്മ? പരസ്പരമുള്ള സഹകരണം, വർഗീയത വളരാതിരിക്കൽ, ആരെയും മനുഷ്യരായി പരിഗണിക്കൽ. ഇതില്ലാതെയായാൽ അതിന്റെ പ്രതിഫലനം നേരെ ആരിലാണ് കാണുക? പറയാ ആരിൽ കാണും? ഭരണാധികാരിയിൽ. ഭരണാധികാരിയുടെ മൂർത്താവ് സ്വയം നിൽക്കൂല. എന്റെ കയ്യിലാണ് ഭരണാധികാരിയുടെ മൂർത്താവ്. അപ്പൊ നിങ്ങൾ ഭരണാധികാരിക്ക് എന്ത് ചെയ്യല്ല വേണ്ടത്? നിങ്ങൾ എനിക്ക് വഴിപ്പെടുക വേണ്ടത്. നിങ്ങൾ ഭരണാധികാരിയെ പ്രശംസിച്ച് പാട്ടുണ്ടാക്കല്ല വേണ്ടത്. നിങ്ങൾ ഭരണാധികാരിക്ക് മുദ്രാവാക്യം വിളിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ എന്നോട് തൗബ ചെയ്യണം, സാധുജനങ്ങളോട് സഹകരിക്കണം, ഭക്ഷണത്തിൽ മായം കേർത്താതിരിക്കണം, എല്ലാവർക്കും നന്മ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം, സ്ത്രീജനങ്ങളോട് കരുണ കാണിക്കണം. ഇങ്ങനെ അങ്ങോട്ട് കൂട്ടിക്കളി. അതിലെല്ലാം ഭരണാധികാരി പ്രതിഫലിക്കും. ഭരണാധികാരി ശ്രീമാൻ നരേന്ദ്രമോദി ജീവിക്കുന്ന കാലം അത്രയും ഇന്ത്യൻ പ്രധാനമന്ത്രി അയാൾ തന്നെ ആയിക്കോട്ടെ, ഒരു ചുക്കും സംഭവിക്കാനില്ല. നമ്മളാരാണെങ്കിൽ നല്ല പൊതുമാന്യത നമ്മളിലുണ്ടെങ്കിൽ അള്ളാഹ് കുഴപ്പമിടുക എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് പൊതുമാന്യത? ഇനിയിപ്പോൾ നിങ്ങളൊക്കെ പറയുന്നത് അടുത്തൊരു സർക്കാർ വരും, അതിൽ രാഹുൽ ഗാന്ധി അധികാരത്തിൽ കയറുന്നതാണ്. ആയിക്കോട്ടെ, എനിക്കൊരു വിരോധമല്ല. പക്ഷേ കോരന് കമ്മിഞ്ഞ് കുമ്പിൾ തന്നെ ആയിരിക്കും. ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. ചില മാറ്റങ്ങളുണ്ടാവും. സ്വപ്നം കണ്ട് നടക്കുന്ന ചില ആളുകളുണ്ട് നമ്മളെ കേരളത്തിൽ. അവർ കേന്ദ്രത്തിൽ മന്ത്രിയാവും. അത്രേ ഉണ്ടാവുള്ളൂ. ഓരോ കുട്ടികൾക്ക് എന്ത് പറയാം, ഞങ്ങളെ വാപ്പ കേന്ദ്രമന്ത്രിയാണെന്ന് പറയാം, അല്ലാതെ ഒരു ചുക്കും മാറ്റം ഉണ്ടാവില്ല. എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാണ്? ഇത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ പ്രസംഗം എടുത്തിട്ട് നോക്കിക്കോ. ഇന്ന് നിങ്ങൾ BJPക്കെതിരെ ചെയ്യുന്നതിനേക്കാളും വലിയ സമരം അന്ന് നിങ്ങൾ അവർക്കെതിരെ ചെയ്യേണ്ടി വരും. പ്രശ്നം ഇവിടുന്നല്ല, പ്രശ്നം നമ്മൾ നല്ലവരാണോ ഇപ്പോഴേ പ്രശ്നം. അതൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. വളരെ വളരെ ഇപ്പം എല്ലാവരും BJP അട്ടിമറിച്ചിട്ട് കോൺഗ്രസിനെ കയറ്റണം. ആയിക്കോട്ടെ, കയറ്റിക്കൊള്ളിഞ്ഞിപ്പം നിങ്ങളെ വയറുകൊണ്ട് BJP കയറിയില്ല ഇറങ്ങിയില്ല എന്ന് വേണ്ട, എനിക്കൊരു വിരോധമല്ല. പക്ഷേ നാട് നന്നാവില്ല, ഒരിക്കലും നന്നാവില്ല. നിങ്ങളൊക്കെ ഇത് നാക്കൊണ്ട് നന്നാവ് പറഞ്ഞിട്ടതോടുകൂടെ അതിൻ്റെ കഥ കഴിഞ്ഞ് ആയിക്കോട്ടെ, എൻ്റെ കയ്യിൽ നാക്കാണ്, നന്നാകാൻ പോണില്ല. ഞാൻ മുമ്പ് രാജാവിൻ്റെ ഒരു സ്വർണ്ണക്കണ്ടിയെ പറ്റി ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. പണ്ട് 1-2 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ ആദം നബിന്റെ കഥ 25 വട്ടം പറഞ്ഞതുകൊണ്ട് ഇനിയും പറയാം. ആദം നബിന്റെ കഥ പരിശുദ്ധ ഖുർആനിൽ 25 വട്ടം പറഞ്ഞു. ഒരു രാജാവിന് സ്വർണ്ണക്കിണ്ടി ഉണ്ടായിരുന്നു. ആ സ്വർണ്ണക്കിണ്ടി വിളംബരം ചെയ്തു ജനങ്ങളോട് കുളത്തിലിട്ടിട്ടുണ്ട്. അതെടുത്താൽ ഞാൻ അവർക്ക് ആ സ്വർണ്ണക്കിണ്ടി കൊടുക്കും, തലമുറകൾ കഴിയാനുള്ള സമ്പത്ത് കൊടുക്കും. മുങ്ങിയെടുക്കണം. ചേറ് നിറഞ്ഞ കളത്തിൽ മുങ്ങൽ വിദഗ്ധന്മാർ വന്നു, മൂക്കിൽ നിറച്ച് ചേറും കയറ്റി പോയി. സ്വർണ്ണക്കണ്ടി കിട്ടിയില്ല. പലരും വന്നു,
പലരും വന്നു, സ്വർണ്ണക്കണ്ടി കിട്ടിയില്ല. അവസാനം ഒരുത്തൻ വന്നു. ഒരുത്തൻ വന്നിട്ട് ഞാൻ മുങ്ങാൻ നടന്നു. അങ്ങനെ കണ്ടാത്തപ്പോൾ തന്നെ ആളുകൾ ചിരിക്കാൻ തുടങ്ങി. വലിയ വലിയ കരികത്തുള്ള 47 സെന്റിമീറ്റർ നെഞ്ച് വീതിയുള്ള സൈസൊക്കെ ഇവിടെ വന്നിട്ട് മുങ്ങിയിട്ട് എടുക്കാൻ കഴിയാത്തത് എലുമ്പനായ ഇജടോ എടുക്കണമെന്നാണ് ആളുകൾ കളിയാക്കി. ഓൻ പറഞ്ഞു കിണ്ടിയാണ് എടുത്തത്. രാജാവ് എന്ത് പറഞ്ഞു? ആയിക്കോട്ടെ, കിണ്ടി എടുത്തത്. എത്ര എനിക്ക് വാശിയുണ്ടെങ്കിൽ കിണ്ടി എടുത്തു. നിനക്ക് കിണ്ടി തരും, എൻ്റെ തലമുറകൾക്ക് കഴിയാനുള്ള സമ്പത്തും തരും. പക്ഷേ കിണ്ടി കിട്ടിയിട്ടില്ലെങ്കിൽ അത്രയും വാശി പിടിച്ച് വന്നവനായതുകൊണ്ട് ബാക്കിയുള്ളവരെ ഞാൻ വെറുതെ വിട്ടിട്ടുണ്ട്, എൻ്റെ തല ഞാൻ മുട്ടും. ആയിക്കോട്ടെ, എൻ്റെ തല കുറഞ്ഞ നേരം കൊണ്ട് കാണാനുള്ളവരൊക്കെ കണ്ടു നിന്നോളി, എനിക്കൊരു കുഴപ്പമില്ല, അങ്ങനെ തല കെട്ടിക്കൊള്ളുക. അങ്ങനെ വരെ മുങ്ങാൻ വിട്ടു. അപ്പം മുങ്ങിയില്ല. അപ്പം കുളത്തിൻ്റെ ചുറ്റുകൂടി ഇങ്ങനെ നടന്ന് കുറേ നേരം. അപ്പോഴത്തിന് ആളുകൾ കളിയാക്കാൻ തുടങ്ങി. ഇവന് മുങ്ങാൻ പേടിയാണ്. ഏതായാലും തല പോയാൽ തന്നെ അതും കൂടി കണ്ടിട്ട് പോകാലോ എന്ന് വിചാരിച്ച് ആളുകൾ കുളക്കരയിൽ രാജാവിൻ്റെ പട്ടാളക്കാർ ഇവൻ്റെ തലവെട്ടണം കാത്ത് ആ സീനും നോക്കി ഇവരിങ്ങനെ നിന്ന് കുറേ നേരം. ഇവൻ 1 റൗണ്ട് 2 റൗണ്ട് 3 റൗണ്ട് എന്നിട്ട് കുളത്തിൻ്റെ കരയിൽ ഒരു മരം ഉണ്ടായിരുന്നു, മരത്തിമക്കണ കയറി. അപ്പൊ ആളുകൾ പറഞ്ഞു ഇവൻ തല വെട്ടാതാക്കാൻ വേണ്ടിയിട്ട് കയറാണ്. ആട് കയറിയിട്ട് ഇവൻ നേരെ ഈ കിണ്ടിന്റെ പ്രശ്നം എന്താ വെച്ചെങ്കിൽ ഒരാൾ വെള്ളത്തിലാണ് ഇറങ്ങിയാൽ കിണ്ടിയാണ് കാണാനറിയും. കരയെ നോക്കിയാൽ കിണ്ടി കാണും, വെള്ളത്തിൽ ഒരാൾ ഇറങ്ങിയോ കിണ്ടി അപ്രത്യക്ഷമാവും. ഒരു മായാജാലം പോലത്തെ കിണ്ടിയാണിത്. അപ്പോഴാണ് ഇവൻ എന്ത് ചെയ്തത്? മരത്തമ്മ കയറി. മരത്തമ്മൽ കയറിയിട്ട് ഇവൻ കിണ്ടി അഴിച്ച് രാജാവിന്റെ കൈ കൊടുത്തു. സത്യത്തിൽ കുളത്തിലല്ല കിണ്ടി ഉള്ളത്, കിണ്ടി മരത്തമ്മല. അവിടുന്ന് കിണ്ടി ഇട്ടുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നരേന്ദ്രമോഹനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട്. ഭരണാധികാരിയുടെ മൂർത്താവും തലച്ചോറും എൻ്റെ കയ്യിലാണ്. നിങ്ങൾ പൊതുനന്മ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അവര് നരേന്ദ്രമോദി ആയിക്കോട്ടെ, നിങ്ങൾക്ക് അവർ അനുഗ്രഹം പോരെ. അവര് ഡൊണാൾഡ് ട്രംപ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് അനുഗ്രഹം പോരെ. എങ്ങനെയുണ്ട്? എന്തിനാ ഇവരെ കുറ്റം പറയുന്നത്? ഇനി അടുത്ത ആൾ വന്നാൽ ഓരോ അമേരിക്കൻ പ്രസിഡന്റുമാരെ നമ്മൾ കുറ്റം പറയും. റീഗനായ കാലത്ത് റീഗനെ പറഞ്ഞ കുറ്റത്തിന് കൈ നടക്കില്ല. അപ്പൊ റീഗൻ ഇറങ്ങി, വേറെ ആള് അധികാരത്തിൽ വന്നപ്പോ നമ്മൾ എന്ത് പറഞ്ഞു? ഏതായാലും ആ ചെയ്ത്താൻ പോയല്ലോ. പിന്നെ ഉണ്ടായത് പിന്നെ അത് കുറെ കാലം കഴിയുമ്പോ ബുഷ് വന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ചെയ്ത്താൻ ഇറങ്ങിയാൽ നിങ്ങൾ നന്നോ. പിന്നെ എന്തുണ്ടായത്? അമേരിക്കക്ക് ഏത് പ്രസിഡന്റ് മാറിയിട്ടും കാര്യമില്ല, ഇന്ത്യക്കും പോളിസി മാറണം. ഇന്ത്യയുടെ പോളിസി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. അതിനെയാണ് ഭയപ്പെടുന്നത്. ഭരണാധികാരിയെ ഭയപ്പെടുകയാണ്. എന്തുകൊണ്ട്? ഒരു പോളിസി പ്രാവർത്തികമാക്കുകയല്ലാത്ത ഒരു അധികാരവും ഭരണാധികാരിക്ക് ഇല്ല. എന്തെങ്കിലും അക്രമം ചെയ്താൽ കോടതി ഇടപെടും. കോടതിയും ഭരണാധികാരിയും ആ പോളിസിയുടെ താഴെയായിരിക്കും. പോളിസി മാറ്റിയാലേ കുടുങ്ങുള്ളൂ. ഇനി ഇവിടെ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നു, ആയിക്കോട്ടെ, അയാൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അയാൾ കുട്ടികൾക്ക് പറയാം ഞങ്ങൾ ബാപ്പ പ്രധാനമന്ത്രിയാണ്, അല്ലാതെ ഇവിടെ ഒരു ചുക്ക് നടക്കാൻ പോണില്ല. നിലവിലുള്ള പ്രധാനമന്ത്രിയും വരാൻ പോണ പ്രധാനമന്ത്രിയും നമ്മളെ അറിവിൽ കുട്ടികളില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ മാറ്റം എന്ന് പറഞ്ഞാൽ അവരുടെ കുട്ടികൾക്ക് പറയൽ മാത്രമല്ല, അത് ഒരു ചുക്ക് നടക്കാൻ പോണില്ല. അപ്പൊ നിങ്ങൾ പറയണ്ടല്ലോ പിണറായി വിജയൻ മാറിയാൽ നാട് എന്നാവും. ഒരു ചുക്ക് നടക്കാൻ പോണില്ല. പിണറായി വിജയന്റെ മക്കൾക്ക് പറയാം ഞങ്ങൾ വാപ്പ മുഖ്യമന്ത്രിയാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ കുഞ്ഞാലി സാഹിബിന്റെ കുട്ടികൾക്ക് പറയാം ഞങ്ങൾ വാപ്പയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി. അത്രയേ ഉള്ളൂ. പുറത്തു പറയണ്ട, എല്ലാം കൂടി പുറത്തറിയാൻ പറ്റില്ല. ഞാൻ നിങ്ങളോട് മാത്രം പറഞ്ഞാണ്, അത്രയേ ഉള്ളൂ. ഒന്നും ഇവിടെ നടക്കാൻ പോണില്ല. നടക്കണമെങ്കിൽ ആര്യത്വമാരി വാങ്ങിക്കണം. അള്ളാഹു അവനാണ് ഖയ്യൂം. നിങ്ങൾ കുളത്തിൽ മുങ്ങിയിട്ട് നിങ്ങളെ ചേറ് മൂക്കിലാക്കാൻ നോക്കണ്ട, നിങ്ങൾ മരത്തുമൊക്കെ കയറാൻ നോക്കോളി. മനസ്സിലായില്ലേ? ബാക്കിയൊക്കെ നമുക്ക് മുദ്രാവാക്യം വിളിയാം, അത്രയേ ഉള്ളൂ. അതേ മുദ്രാവാക്യങ്ങൾ വിളിച്ച് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളെ പരൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. സിറ്റ് ഔട്ടിലും സിറ്റ് മുഖ്യമാണ്. ഇപ്പൊ BJP ആണ് മുദ്രാവാക്യം വിളിക്കുന്നത്. ഞങ്ങൾ പറയും പോലെയാണ് എല്ലാം കാര്യം. ഇനി കുറച്ച് ഞാൻ കോൺഗ്രസ് വിളിക്കും. നാട്ടുകാർ ഒരേ അവസ്ഥയിലായിരിക്കും. നാട്ടുകാർക്ക് ഒരു ചുക്കും മാറ്റം ഉണ്ടാവില്ല.
ഇപ്പം 97 റുപ്യാണ് ഒരു ലിറ്റർ ഡീസലിനെങ്കിൽ കോൺഗ്രസ് വന്നാൽ അത് 107 റുപ്യയാവും. കോൺഗ്രസ് മോശം? ഒന്നും മോശമല്ല, ഇതൊന്നും നന്നാവില്ല. ആര് തീരുമാനിക്കണം? നിങ്ങൾ പുറത്ത് പറയരുതട്ടാ, ഒന്നും വിചാരിക്കരുത്, ഇത് സത്യമാണ്. 50 പൈസ പെട്രോളിനായപ്പോൾ നമുക്കൊക്കെ ഈ അൽസിമേഴ്സ് രോഗം ഉണ്ടായതുകൊണ്ടാണ്. കോൺഗ്രസ് ഭരണകാലത്ത് പെട്രോളിന് 1 ലിറ്ററിന് 50 റുപ്യ. അപ്പോൾ BJP-ക്കാർ കാളവണ്ടിയിൽ സമരം നടത്തി. ഓർമ്മണ്ടത്? അത് ഓർമ്മയുള്ള ഏതെങ്കിലും അൽസിമേഴ്സ് ബാധിക്കാത്തവന് കൈപ്പൊക്കാം. എത്ര ആളൊക്കെയെങ്കിലും അൽസിമേഴ്സ് ബാധിച്ചിട്ടില്ലല്ലോ, അൽഹംദുലില്ലാ. ഓർമ്മയില്ല സംഭവം? കോൺഗ്രസ് സമരം നടത്തി കാളവണ്ടിയിൽ. പെട്രോൾ ഇപ്പം എത്ര വില? 108 റുപ്യ. നമുക്ക് അൽസിമേഴ്സ് ആയതുകൊണ്ട് സമരത്തിനില്ല. നമുക്ക് ഇവിടെ എന്താ നടക്കണമെന്ന് അറിയില്ല, ഇന്നലെ എന്താ നടന്നോന്ന് അറിയില്ല, നാളെ എന്താന്ന് അറിയാം. നമുക്ക് മന്തി കിട്ടിയാൽ മതി. മന്തിയിൽ എന്തോ മറവിയുള്ള സാധനം ഇട്ടുകൊടുക്കാൻ വേണ്ടി സർക്കാർ പറഞ്ഞതുപോലെ ഉണ്ട്. നമ്മൾ മന്തി തിന്നതിനനുസരിച്ച് മറവിയുടെ കൂടും. ഇവിടെ ഒന്നും നടക്കാൻ പോണില്ല. കോൺഗ്രസ് ഭരിച്ചപ്പോൾ 50, അപ്പോൾ കാളവണ്ടി സമരം. ഇപ്പൊ 108. 100 അൽഹംദുലില്ലാ, അത്രയും കൂടിയല്ലേ കൂടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. ഇപ്പൊ 108. ഇനി കോൺഗ്രസ് ആണ് 118. ജനങ്ങൾക്ക് അങ്ങനെ പോവും, ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകും. ജനങ്ങൾക്ക് എന്താ നടക്കാൻ അറിയില്ല. ഇവിടെ പ്രശ്നം ഇവരുടേതൊന്നുമല്ല. ആരുടേതാണ്? അല്ലാഹു. നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങണം. അതൊക്കെ നേരെയാക്കി തരും. ഇവരൊക്കെ നിഴലുകൾ മാത്രമാണ്. ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ മറ്റൊരുക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നേ ഉള്ളൂ. ഇവിടെ സ്വപ്ന സാമ്രാജ്യം ഉണ്ടാക്കാമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അതിന്റെ ആളുകൾക്ക് ചില സുഖങ്ങളുണ്ടോ? കോൺഗ്രസിനും ലീഗിനും മറ്റൊക്കെ ചില സുഖങ്ങൾ ഉണ്ടാവും. അവിടെ കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ BJP-ക്ക് അതിൻ്റെ ആളുകൾ കുറച്ചുകൊണ്ടാവും. ഈ സുഖങ്ങളിൽ മാറ്റം ഉണ്ടാവുന്നേ ഉള്ളൂ. ഇവിടെ ഇവർക്ക് വേലിയേറ്റം വേലിയിറക്കം പോലെ നാട്ടിലെ ജനങ്ങൾക്ക് ഒരേ അവസ്ഥയായിരിക്കും. ഇത് മാറ്റിത്തരേണ്ടത് ആരാണ്? മറ്റൊക്കെ വെറുതെ നാടകമാണടാ. ഇവിടെ കോൺഗ്രസ് ഭരിച്ച നാട് നന്നാവുമെന്ന് പറഞ്ഞത് എന്റെ നാടകമാണടാ. പടുവിട്ടി വിഡി, ഭൂലോക വിഡി. അള്ളാഹു തീരുമാനിച്ചാൽ നന്നാവും. അവനാണ് ആര്? ഖയ്യൂം. അവനാണ് ഖയ്യൂം. നീ എന്നെ ചില ആളുകളെ നമ്മളെ മൈത്രയിലെ അബ്ദുൽ ഖയ്യൂമിനെ നമ്മൾ ഖയ്യൂമേ എന്ന് വിളിക്കും. അത് സുഖത്തിന് വേണ്ടി. അബ്ദുന്ന് കൂടി കൂടുമ്പോൾ നമ്മളെ തൊള്ളയിൽ നിന്ന് കുറച്ചും കൂടി തുപ്പൽ പുറത്ത് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഖയ്യൂമേ എന്ന് വിളിക്കും. ഓൻ ഖയ്യൂമല്ല, ഓൻ അബ്ദുൽ ഖയ്യൂമാണ്. ചിലർ അബ്ദു എന്ന് വിളിച്ചാൽ അത് കുറച്ചും കൂടി സുഖമുള്ള കാര്യമാണ്. ചില ഖയ്യൂമേ പറയും. ഖയ്യൂമും അല്ല, കലൂമും അല്ല, അബ്ദുവാണ്. ഓക്കെ അബ്ദുവാ. ഖയ്യൂമാരാ? അല്ലാഹ്. നിയന്ത്രിക്കുന്നവരാ അല്ലാഹ്. സംവിധാനം അല്ലാഹ്. നടത്തിത്തരേണ്ടത് അല്ലാഹ്. മറ്റൊരു നേലികളാണ്. അത് UNA-യിലും പറയേണ്ടി വരും. ഇനി പിന്നെ പറയേണ്ടി വരും. കാരണം തീരുമാനമാരാ? അല്ലാഹു. ഏത് ഭരണാധികാരിയുടെ ഹൃദയമാണെങ്കിലും അവന്റെ തലച്ചോറാണെങ്കിലും അവന്റെ മൂത്താവാണെങ്കിലും എന്റെ കയ്യിലാണ്. അവരേക്ക് വഴിപ്പെട്ടാൽ ജനങ്ങൾ ഞാൻ അവരെ ഭരണാധികാരികളെ ജനങ്ങൾക്ക് അനുഗുണമാക്കി കൊടുക്കും. അവനെനിക്കെതിരെ ചെയ്താലോ? എന്താണ് എതിരിയൽ? പൊതുജന എതിരിയൽ. എല്ലാവരും ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് നബിയുടെ കാലത്ത് ന്യൂനപക്ഷമാണ്. പിന്നെ അന്ന ഭൂരിപക്ഷം ആവൂല. അതുകൂടെ ഈസാ നബി ഇറങ്ങി വന്നാലും ന്യൂനപക്ഷമായിരിക്കും. ഇവിടെ ഈസാ നബി ഇറങ്ങി വന്നാലും ഖലീലും മിൻ ഇബാദിയ ശക്കൂർ, എന്റെ അടിമകളിൽ നന്ദിയുള്ളൊരു കുറവായിരിക്കും. ആര് വന്നാലും ഈസാ നബി വന്നപ്പോൾ എല്ലാവരും മുസ്ലിമാവും? അയ്യേ, ആര്? ഈസാ നബി മുത്തനബിന്റെ കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ന്യൂനപക്ഷമാണ്. മഹ്ദി ഇമാം വന്നാൽ ന്യൂനപക്ഷമാണ്. ഈസാ നബി ഇറങ്ങി വന്നാൽ ന്യൂനപക്ഷം തന്നെയാണ്. എന്തുകൊണ്ട്? ഖലീലും മിൻ ഇബാദിയ ശക്കൂർ, എന്റെ ദാസന്മാരിൽ എന്നോട് നന്ദി കാണിക്കുന്നവർ വളരെ കുറവായിരിക്കും. 4 ഒതുക്കം, അവരൊക്കെ ഒതുങ്ങും. അത് വലിയ കാര്യമാണ്. അതാണ് ചെയ്യേണ്ടതും. അള്ളാഹു മനസ്സിലായില്ല. അവരെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കല്ല. അത് അള്ളാഹു തആല ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പിന്നെ എന്ത് ചെയ്യാ? ഒന്ന് ഒതുങ്ങ. ഒരു ക്ലാസ്സിൽ 4 കുട്ടികളെ പഠിക്കുള്ളൂ, ബാക്കി 12 കുട്ടികളുണ്ട്. നടന്ന് ഒതുങ്ങും. അപ്പൊ പൊതുങ്ങിയ പഠിക്കുന്ന 4 കുട്ടികൾക്ക് പഠിക്കാൻ അവസരം ഉണ്ടാവും. ഓരോ ഒതുങ്ങിയിട്ടില്ലെങ്കിലോ ഇവർക്ക് പഠിക്കാൻ കഴിയൂല.
മനസ്സിലായില്ല? അല്ലാതെ ഒരു ക്ലാസ്സിലെ 16 കുട്ടികളും പഠിപ്പിച്ചാകല്ല, ഒരു പഠിക്കാൻ വേണ്ടി വന്നതുമല്ല. ഒരു ഇന്റർവെല്ലിന് നേരത്തെ കുതിര വിടാൻ വിചാരിച്ചു വന്നതാ. ഇന്റർവെൽ ഉണ്ടാകണമെങ്കിൽ ഇതിനുള്ളിൽ കൈ കുത്തിക്കണം. കുട്ടികളെ ഇന്റർവെല്ലിന് സമയത്ത് കളിക്കണമെങ്കിൽ ഒന്ന് പറയഷ്ട. ഇന്റർവെല്ലില്ലല്ലോ, ഒക്കെ വെല്ലല്ലേ. ഇന്റർവെല്ലിന്റെ സമയത്ത് കളിക്കാൻ വേണ്ടി വന്നവരായി ഇവര് എന്നതുപോലെ മനസ്സിലാവുന്ന പറഞ്ഞത്. എല്ലാരും അതിലെ ഒതുങ്ങി കൊടുക്കുക, ഒന്ന് ഒതുങ്ങ. എല്ലാവരും നിസ്കരിച്ച് എല്ലാവരും രാമനും കൃഷ്ണനും കണ്ണനും തോമസും മത്തായും പള്ളിയിലും ഇതല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഒന്ന് ഒതുങ്ങി കൊടുക്കുക, ഒന്ന് ഒതുങ്ങ. എന്റേതല്ല കൈകാര്യം, മേലെ ഒരുത്തനുണ്ട് എന്ന് ഇന്നലെ വരെ ഈ നാട്ടിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസം ഇന്ന് നിസ്കരിക്കുന്നവർക്ക് പോലും ഇല്ല. അതാണ് ഒതുങ്ങാതിരിക്കൽ. അപ്പോൾ നാടാകെ കുട്ടിച്ചോറായി. പഴയകാലത്തോ? പഴയകാലത്ത് നല്ലോ മനസ്സിലായില്ല, എല്ലാവരും നല്ലോരാണ്. എന്നാൽ തൗഹീദ് വിശ്വസിച്ചവരും നിസ്കരിച്ചവരും കുറവാണ്. അന്നും കുറവാണ്, ഇന്ന് കൂടുതലാണ്. ഇന്നത്തെ അത്ര നിസ്കാരം അന്നില്ല, പക്ഷെ നല്ലോരാണ്. ഇന്ന് എല്ലാവരും നമുക്കാണ്, പക്ഷെ നിസ്കാരം എല്ലാവർക്കും ഉണ്ട്. പുറത്തു പറയണ്ട. പണ്ട് നല്ലോരായതുകൊണ്ട് നിസ്കരിക്കണില്ല. ആക്ക് അങ്ങനെ ഉരുണ്ട് പറഞ്ഞാണ് സ്വർഗത്തിൽ പോയിക്കൊള്ളുന്നാണ് അവരെ വിചാരം. എന്റെ കുട്ടിക്കാലത്ത് മൂത്തെടുത്ത് പകുതി ആൾ നിസ്കരിക്കില്ല. ഇന്നിപ്പം നിസ്കരിക്കാത്ത ഒരാളുണ്ടോ എന്നൊരു ജോത്സ്യനോട് പോയി ചോദിച്ചു നോക്കണം. പക്ഷേ ക്രൂരതയല്ലാത്തൊരു മനുഷ്യന്റെ മനസ്സിലുമില്ല. അത് മൂത്തെടുത്തൊക്കെ എപ്പം വിചാരിക്കണ്ട. മൂത്തെടുത്തൊരു ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് കോട്ടവാതിൽ അടക്കണ്ട. എല്ലാ നാടും തന്നെയാണ്. ഇത് സത്യമാണ്. വളരെ ചിന്തിക്കണം. ചിന്തിക്കണ്ടേ? അവർ നിസ്കരിക്കൂല, മുസ്ലിം നിസ്കരിക്കൂല, എന്നാൽ നല്ലോനാണ്. ഹിന്ദുവിനെ നിസ്കരിക്കാൻ തരണ്ടില്ലല്ലോ, നല്ലോനാണ്. ഒക്കെ നല്ലോനാണ്. മത്തായി നിസ്കരിക്കൂല, മത്തായി നിസ്കരിക്കണ്ടില്ലല്ലോ, പക്ഷെ നല്ലോനാണ്. ഒരു കാര്യത്തിന് പറ്റും, ഒരു വിശ്വസിക്കാൻ പറ്റും. കരുണുണ്ട്, സ്നേഹമുണ്ട്. മനസ്സിലായില്ലേ? ഇന്ന് സ്വന്തം മക്കൾക്ക് കരുണല്ല. എങ്ങനെയുണ്ട്? ഉമ്മാനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തിയപ്പോൾ മകൻ എത്തി നോക്കിയിട്ട് ചങ്ങായിമാരപ്പോൾ ഊട്ടിക്ക് പോയത് സംഭവം ഒരാൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. കാരണം കാലം അങ്ങനെയാണ്. ഉമ്മാനെ ഓപ്പറേഷൻ തിയേറ്ററിൽ പള്ള കീറാൻ വേണ്ടി കയറ്റി. മകൻ ആശുപത്രിയിൽ വന്നു എന്ന് വരുത്തി. ഇവിടെ ഊട്ടിക്ക് പോയി ചങ്ങായിമാരൊപ്പം മോട്ടോർ സൈക്കിളിൽ. എന്ത്? ആ പള്ളിയിലാണ്, ഇപ്പൊ ഈ കീറുന്ന പള്ളിയിലാണ് കടന്നിരുന്നത്. ആ പള്ളയോട് അവൻ എന്തില്ല, കൂറുമില്ല, ഹുബുമില്ല, ഒന്നുമില്ല. ഇനി പോന് ഓൻ്റെ പെണ്ണുങ്ങളോട് അപ്പള്ളവന് കുറച്ചു കാലം ഉപകരിക്കും. അതുകൊണ്ട് ഇഞ്ചിൻ്റെ കരളാണ്, ഇഞ്ചിൻ്റെ തേനാണ്, ഇഞ്ചിൻ്റെ മാനാണ്, ഇഞ്ചിൻ്റെ അണ്ടിയാണ്, കൂരാണ് എന്ന് പറയുന്ന അല്ലാതെ എന്തെങ്കിലും കാര്യം? അതൊക്കെ വെറും വർത്താനാണ്. ഒരുത്തരും കൂരുമല്ല, അണ്ടിയല്ല. ഇപ്പം ഇന്നലെ എന്നോട് ഇതേ വാക്ക് പറഞ്ഞ പെണ്ണുങ്ങളുണ്ടാവും, നിങ്ങൾ ഇൻ്റെ കരളാണ്. അത് എനിക്കിപ്പോൾ ഈ സ്റ്റാൻഡ് നിലനിൽക്കുന്ന കാലത്തോളാണ്. ഇതാണ് പൊട്ടിയാൽ ഉള്ളതിൻ്റെ മുമ്പ് പോയി. നല്ല ഭാര്യയും ഭർത്താവുമായി കഴിഞ്ഞുകൊണ്ടിരിക്കവേ ഭർത്താവിന് പിരാന്തായി. അന്ന് പോയി. ഇക്കഴിഞ്ഞ ആഴ്ച ഒരാൾ ദാറുഖാനിൽ ഒന്ന് പറഞ്ഞു, ഓള് പോയി. എന്ത്? ഒരു തേനെ മാനെ അറിഞ്ഞ് തുടങ്ങിയതാണ്. പക്ഷെ മാന് കുറച്ച് പരിധി വിട്ട മാനാന്ന് മനസ്സിലാക്കിയപ്പോൾ ഓളോട് പോയി. അതുവരെയുള്ള മാനേ ഉള്ളൂ, അതുവരെയുള്ള തേനേ ഉള്ളൂ. അതൊക്കെ നമ്മൾ പറയത്തരേ ഉള്ളൂ. അതെല്ലാവരും കാര്യം അങ്ങനെയാണ്. വോട്ടിന് അങ്ങോട്ട് പോകുമ്പോൾ ഓട്ടോറിക്ഷ കൊണ്ടുപോകും, ഇങ്ങോട്ട് നമ്മൾ നടന്നുകൊണ്ടിരും. ഇല്ലെങ്കിൽ ഷർത്ത് വെക്കണം. ഇപ്പം എൻ്റെ പേരിലൊക്കെ ഷർത്ത് വെക്കും. പിന്നെ ഒരു കാര്യം, അതേമാതിരി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? എങ്കിലേ പോരുള്ളൂ. പിന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. ഇനിയും തെരഞ്ഞെടുപ്പ് ഉണ്ടാവും, ഒന്നും കൂടി ഓർത്തളി. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് തെരഞ്ഞെടുപ്പാണെങ്കിൽ വല്ലാത്ത നിയമം പാലിക്കൂല. അല്ലെ, ഓട്ടോറിക്ഷ ഉണ്ട്, അങ്ങോട്ട് ഓട്ടോറിക്ഷ ഉണ്ട്, ആയിക്കോട്ടെ, ഓട്ടോറിക്ഷ ഉണ്ട്, ആയിക്കോട്ടെ. പക്ഷെ കേരളത്തിന് വെറുതെ ബന്ധമുണ്ട്. എന്ത്? ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കണം. ഇല്ലെങ്കിലോ, ഇല്ലെങ്കിൽ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ ഒതുങ്ങും. എന്തുകൊണ്ട്? ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ട് കൊണ്ടേ കൊടുത്താൽ കഴിഞ്ഞ്, പിന്നെ ഇങ്ങോട്ട് ആക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പ് കണ്ടിട്ടാണ് ഇപ്പൊ കൊണ്ടുപോയേക്കണത്. ദുന്യാവ് അങ്ങനെയാണ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്, ചിന്തിക്ക്, ചിന്തിക്ക്. അത്രയേ ഉള്ളൂ. എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഹദീസ് കേട്ടോളി. മുത്തുനബി പറയാ, കമാ അൻതും തകൂനൂന യുവല്ല അലൈക്കും, യാ അല്ലാഹ്, കമാ അൻതും തകൂനൂന യുവല്ല അലൈക്കും. ഇമാം ദൈനമി തങ്ങൾ ഈ ഹദീസ് തന്റെ ഫിർദൗസിൽ രേഖപ്പെടുത്തി, മുസ്നദ് ഫിർദൗസിൽ രേഖപ്പെടുത്തിയിരുന്നു. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ മേൽ നിങ്ങൾക്ക് അധികാരികളെ ഏൽപ്പിക്കപ്പെടും. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ.
നിങ്ങൾ എപ്രകാരമാണോ അപ്രകാരം നിങ്ങളുടെ മേൽ അധികാരം ഏൽപ്പിക്കപ്പെടും. നിങ്ങൾ നല്ലവരാണോ, നല്ലത് ചെയ്യുന്നവർ അധികാരിയാക്കും. അക്രമിയായ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലത്ത് അക്രമിയായ ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട്, അക്രമിയായ ഭരണാധികാരിയാണ്, അമവി ഭരണാധികാരികളുടെ കൂട്ടത്തിലെ അക്രമിയായ ഗവർണറും സൈന്യാധിപനും ഒക്കെ ആയ ആളാണ് ആര്? ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് ഒരിക്കൽ ആളുകൾ ചെന്ന് ചോദിച്ചു, നിങ്ങൾ ഉമറുൽ ഖത്താബിന്റെ കാലത്ത് ജീവിച്ച ആളാ, നിങ്ങൾ നീതിമാനായ ഉമറിന്റെ ഭരണം കണ്ടാളാ, എന്നിട്ട് എന്താ നിങ്ങൾ ഇങ്ങനെ? അപ്പോൾ പറഞ്ഞു, അന്ന് നിങ്ങൾ അബൂദറിനെയും കണ്ടിട്ടുണ്ട്. ഉമറിന്റെ ഭരണീയർ അബൂദറിനെ പോലത്തെ ആളുകളാ, അതുകൊണ്ടാണ് ഉമർ അങ്ങനെ ആയത്. നിങ്ങൾ അബൂദറിനെ പോലെ ആയാൽ ഞാനും ഉമറിനെ പോയാവും. നിങ്ങൾ വേഗം എന്നെ ഉണ്ടാക്കാൻ നോക്കല്ല, നിങ്ങൾ അബൂദറാകാൻ നോക്കളി. ആകാശത്തിന്റെ മുകളിലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബഹുമാനിച്ച മഹാനാണ് ആര്? അബൂദർ ഗിഫാരി. അങ്ങനത്തെ ഒരു മനുഷ്യൻ നേരം പോലത്തെ ഭരണകൂടത്തിനെതിരെ പിറ്റനുണ്ടാക്കുന്ന പണിയല്ലായിരുന്നു അബൂദറിന്. അള്ളാഹുവിലേക്ക് എന്തെങ്കിലും അയച്ചുവിടുന്ന താല്പര്യം മാത്രമായിരുന്നു. ഇവിടെ എന്തെന്നാലും അബൂദർ പ്രശ്നമാക്കിയിട്ടില്ല. നിങ്ങൾ അബൂദറായാലോ ഞാൻ പറയും, നിങ്ങൾ അബൂ ജഹലായാലോ ഞാൻ നമ്രൂദ് വേറെയാവും. മനസ്സിലായില്ലേ? അതുകൊണ്ട് എനിക്ക് നന്നാകാനില്ല, നിങ്ങൾക്ക് നന്നാകാനുള്ളൂ. നിങ്ങൾ നന്നാകാനുള്ളൂ. നിങ്ങൾ എപ്രകാരമാണോ അപ്രകാരം നിങ്ങളുടെ മേൽ അധികാരം ഏൽപ്പിക്കപ്പെടും. حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله أقلا حسبي ربي جل الله 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 ഭരണാധികാരികളെ നന്നാക്കുന്ന പണി നിങ്ങൾ എടുക്കണ്ട, ഭരണാധികാരികളിൽ നിങ്ങൾ ജോലിയാകേണ്ട. നിങ്ങൾ എന്നിലേക്ക് തൗബ ചെയ്താൽ മതിയാവും. ഇതിറക്കാത്ത, ഈ സന്ദേശം ഇറക്കാത്ത ഒരു വേദഗ്രന്ഥം ഉണ്ടായിട്ടില്ല. ഏത് കാലത്തും മനുഷ്യർക്ക് ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. എന്നുണ്ട് ഭരണാധികാരി. മനുഷ്യൻ ഒരു സൊസൈറ്റിയായി രൂപപ്പെടുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ്നാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന് മുമ്പാണ്. അന്ന് മുതൽ ഭരണാധികാരികളുണ്ട്, എന്നുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഭരണാധികാരികളെ നന്നാക്കാൻ വേണ്ടി നിങ്ങൾ UDF വോട്ട് ചെയ്തോളി, അത് ഞാൻ ചെയ്യും. ഇയാൾ കൂറുമാറിയാൽ മറ്റാന്ന് വിചാരിക്കണ്ട, ഞാൻ മുസ്ലിം ലീഗുകാരൻ തന്നെയാണ്, ഞാൻ UDF കാരനാണ്. പക്ഷെ പറഞ്ഞു തരും, അത് നിർബന്ധമാണ്. അല്ലാതെ മൂളൂല, മൂളിന പണി എനിക്കില്ല. ഞാൻ പാർട്ടി മാറിയൊന്നും ആരും വിചാരിക്കണ്ട, ഞാൻ ലീഗും സമസ്തയൊക്കെ തന്നെയാണ്. പക്ഷെ മൂളിയല്ല, മൂളിന പണിയാണ് എന്നോ നിർത്തി. ഇതൊക്കെ ഇവിടെ നിലനിൽക്കണം, അതിനാണ് ഈ പറയുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വളരെ ചിന്തിക്കണം. നിങ്ങൾ ഭരണാധികാരികളുടെ കാരണത്തിൽ ജോലിയാകണ്ട. മനസ്സിലായില്ലേ? നിങ്ങൾ എയർപോർട്ട് അറ്റാക്ക് ചെയ്യല്ല നിങ്ങൾക്ക് വേണ്ട. തുബുയിലയ്യ എന്നിലേക്ക് നിങ്ങൾ ഖേദിച്ച് മടങ്ങിയാൽ ഭരണാധികാരികളെ ഞാൻ നിങ്ങൾക്ക് അത്വഫ് ചെയ്യുന്നവരാക്കി തരാം. മാർദ്ദവം ചെയ്യുക, മിനുസം ചെയ്യുക. നമ്മളെ ഭരണാധികാരി തന്നെയാണോ ഇത് നമുക്ക് തോന്നിപ്പോവും. ആ രൂപത്തിൽ ഞാൻ ആക്കിത്തരാം. നിങ്ങൾ കയറി ചെല്ലുമ്പോഴത്തേന് SI എണീറ്റിനാണ് സെല്യൂട്ട് അടിച്ച് നിങ്ങൾക്ക് കസേരട്ടുന്ന കോലത്തിൽ ഇട്ടുതരാം. അവരെ ഭാഷ മുഴുവനും ഞാൻ മാറ്റിത്തരാം. ആരുടെ? മനസ്സിലായില്ല? പോലീസുകാർക്കൊരു ഭാഷ ഉണ്ടല്ലോ. പോലീസിന്റെ വലിയ എന്താ പറയാ കമ്മീഷണറായി ഒരച്ഛൻ്റെ മകൻ. അപ്പോ വീട്ടിന്റെ പടിക്കൽ വരെ കാറിൽ വന്നിട്ട് തൊപ്പിയിട്ടിട്ട് പിന്നെ തൊപ്പി അയച്ചതേ ഫലിതാണ്.
തൊപ്പി അയച്ച് ഇങ്ങനെ തൊക്കിൽ വെച്ചിട്ടാണ് ഉമ്മറത്തേക്ക് കയറി വരിക. അപ്പൊ എന്നും പറയും, അച്ഛൻ പറയും, മോനെ ആ ഫുൾ സൂട്ടിൽ ആ പോലീസ് ഡ്രസ്സിൽ കാണാം, അച്ഛൻ വലിയ പൂരിയാണ്, അത് വേണ്ട ചോറ് വലുത. അങ്ങനെ അച്ഛൻ നിർബന്ധിച്ച്, മോനെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഫുൾ സൂട്ട് ആ പോലീസിന്റെ ആ ഡ്രസ്സിൽ നിൽക്കാൻ കാണാൻ അച്ഛൻ വലിയ കൊതിയാണ്, ഒന്ന് അങ്ങനെ ചെയ്യണമെന്ന്. അങ്ങനെ അച്ഛന്റെ നിർബന്ധ പ്രകാരം മറച്ച് ഈ തൊക്കിലേക്ക് ഈ തൊപ്പി വെച്ച് വന്ന മകൻ അച്ഛന്റെ മുന്നിൽ ആ കസേരന്റെ മുന്നിൽ നിന്നിട്ട് തൊപ്പി തലേക്ക് വെക്കുന്നോട് കൂടെ നായിന്റെ മോനെ രണ്ടട് കൊടുത്ത അച്ഛന്. പിന്നെ തൊപ്പി എടുക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞേ, അച്ഛോ ഞങ്ങൾക്കിത് തലയിൽ വെച്ചാൽ ഇത് പറയല്ലാതെ നിർവാഹമില്ല, ഇതൊരു ഫലിതാണ്, ഞാൻ കേസെടുക്കണ്ട, ഒരു ഫലിതാണ് എന്ന് പറഞ്ഞതുപോലെ. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതാണ് എന്റെ കാര്യം. നമ്മളെല്ലാരും ചിന്തിക്കണം. ഇവിടെ എന്ത് വാത്തിപ്പുമാലയും നമ്മളിങ്ങനെ ആലോചിച്ചു തന്നെയാണോ ഈ ഭരണാധികാരി? മനസ്സിലായോ? ഈ ഭരണാധികാരി ആയിക്കൊണ്ട് നിങ്ങൾക്ക് മാർദ്ദവം ചെയ്യും, അതുഫ് ചെയ്യും, വലിയ അതുഫായിരിക്കും അവര് നിങ്ങളെ മേൽ. ഞാൻ അങ്ങനെ ആക്കും, പക്ഷെ അവർ നിങ്ങൾ പൊതുബോധം നിലനിർത്തണം, പൊതുനന്മയും. അതാണ് എന്നിലേക്കുള്ള തൗബ. മനസ്സിലായില്ലേ? ചിന്തിക്കണം. കമാ അൻതും തകൂനൂന യുവല്ല അലൈക്കും. ഈ ഹദീസിന്റെ വ്യാഖ്യാനം ബഹുമാനപ്പെട്ട റൂഹുൽ ബയാൻ പറയുന്നത് നോക്കൂ. മഅനാഹു, ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം അല്ലാഹു ഖയ്യൂമല്ല എന്നല്ല, ഭരണാധികാരി ഖയ്യൂമാണ് എന്നും അല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? ഇൻ കുൻതും മിൻ അഹ്ലി ത്വാഅ യുവല്ലി അലൈക്കും അഹ്ലർ റഹ്മ. ഖയ്യൂമാണ് അല്ലാഹു. നിങ്ങളെ മേൽ നല്ല ഭരണാധികാരിയാക്കാനും ആർക്കേ കഴിയൂ? നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളിങ്ങനെ പോയി കുത്തും. അതേതാണ്? അത് പൂർണ്ണചന്ദ്രനെ കണ്ട നായ പൂർണ്ണചന്ദ്രനെ പുഴക്കരയിൽ നടന്നു പോയപ്പോ നായ വെള്ളത്തിൽ കണ്ടു. അപ്പം അത് കിട്ടാൻ വേണ്ടി, അതെന്തോ ഒരു അപ്പാന്ന് വിചാരിച്ചിട്ട് അത് കിട്ടാൻ വേണ്ടി നായ എന്ത് ചെയ്തു? വെള്ളം കുടിച്ച്, വെള്ളം പിന്നെയും കുടിച്ച്. നായന്റെ പയറ് പൊട്ടാനായാലും അമ്പിളിമാനെ കിട്ടൂല. ഇതന്നെയാണ് നമ്മളെ വോട്ട്. പുറത്തു പറയണ്ട. നമ്മൾ ഭരണാധികാരി നന്നാകാൻ വേണ്ടിയിട്ടാ ഞാൻ ഇപ്പൊ കുത്തിയിട്ട് ഇപ്പൊ കഴിഞ്ഞിട്ടില്ല, അപ്പൊ തന്നെ തുടച്ചിട്ടുണ്ട്, എന്നാലും ബാക്കിയുണ്ട്. ഞങ്ങൾ നെൽപൂരിക്കാർക്ക് ഇക്കൊല്ലം ഒന്നും കൂടി കുത്താനുള്ള ഒരു ഭാഗ്യം പഠിച്ചോൻ തന്നു. ഇപ്പൊ ഞങ്ങൾ കുത്തി. അപ്പൊ അതിന് അടയാളം പോയില്ല, ഈ അടയാളം പോയപ്പോഴത്തേക്ക് അടുത്ത കുത്തൽ വരും. എന്തിനാണ് കുത്തല്? നാട് നന്നാൻ വേണ്ടി. നാട് നന്നാവൂല, ഭരണാധികാരി നന്നാവൂല, അത് നമുക്ക് പേച്ചലാണ്. അത് കുത്തൽ എന്തിനാണ്? കുത്തലല്ലോ ഒരിക്കൊരു സമാധാനം കിട്ടാന്, അല്ല നാട് നന്നാകാനല്ല. ഓട്ടോറിക്ഷ കയറി എൻ്റെ പെണ്ണുങ്ങൾ മെല്ലെ എന്നോട് ചോദിക്കും, ആർക്കാ കുട്ടണ്? എനിക്ക് ഇഷ്ടമല്ലേ കുട്ടി. ഞാനെനിക്ക് ഇഷ്ടമല്ല കുത്തും. കാരണം ഇല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കും. 30 കൊല്ലം വോട്ടിന് വരെ വന്നിട്ടില്ല എന്നറിയും. എനിക്കപ്പം ഏത് ചിഹ്നത്തിലാണോ സന്തോഷം തോന്നിയത് അതിനോട് കുത്തും. ഞാൻ ചൊറുക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഈ അടയാളങ്ങൾ കാണുമ്പോൾ ഒരു ചൊറുക്ക് ഉണ്ടാവും. അപ്പൊ ചൊറുക്ക് കണ്ടാണ് നമ്മളോട് കുത്തിപ്പോവും. ചിലപ്പോൾ 1-2 സാധനത്തിൽ ചൊറുക്കും, അപ്പൊ അതിനൊക്കെ കുത്തും. അത്രയേ ഉള്ളൂ. നാട് എന്നാൻ പോണില്ല. നാട് എന്നാകണേ ഇജ എന്നാകണം. ഇജ എന്നായ പടച്ചോളിലേക്ക് തോപ ചെയ്തു, അപ്പൊ ഇവരൊക്കെ എന്നാവും. പ്രളയ എന്നെ മൈക്കോളം മുഖ്യമന്ത്രി ആയാലും ഈ നാട്ടിൽ നന്മ ഉണ്ടാവുള്ളൂ ഇജ നല്ലോനായാലും. ഇപ്പൊ നമ്മൾ ഈ ചെയ്യണ വോട്ടിങ് ഏതുപോലെയാണ്? അമ്പിളിമാമനെ വെള്ളത്തിൽ കണ്ടപ്പോ നായ പുഴയില് വെള്ളം കുടിച്ചത് പോലെയാണ്. വെള്ളം പൊട്ടിയാലും അമ്പിളിമാമനെ കിട്ടൂല. വെള്ളം പറ്റും പോയിട്ട്, എന്നാലും അമ്പിളിമാമനെ കിട്ടൂല. പുറത്തു പറയണ്ട, ഇതെവിടെ നടക്കുള്ളൂ. ഇവിടെ നടത്തി തരേണ്ടത് ആരാണ്? ഖയ്യൂമാണ്. അവനാണ് നടത്തി തരേണ്ടത്. ഖയ്യൂം അവനാണ് നടത്തി തരേണ്ടത്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. മഅനാഹു, ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? കമാ അൻതും തകൂനൂന യുവല്ല അലൈക്കും. എഴുതിക്കണേ, ഹദീസ് എഴുതിയില്ലേ? ആ, ഇമാം ഫിർദൗസി തന്റെ മുസ്നദിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈലമി തന്റെ മുസ്നദ് ഫിർദൗസിയിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? മഅനാഹു ഇൻ കുൻതും മിൻ അഹ്ലി ത്വാഅ. നിങ്ങൾക്കൊരു പൊതു നന്മ നിങ്ങൾ നിലനിർത്തിയാൽ യുവല്ലി അലൈക്കും അഹ്ലർ റഹ്മ, നിങ്ങളുടെ മേൽ അഹ്ലർ റഹ്മ, റഹ്മത്തിന്റെ അയൽക്കാരൻ ഞാൻ ഭരണാധികാരിയാക്കും. വൈൻ കുൻതും മിൻ അഹ്ലിൽ മഅസിയ, ആ പൊതുബോധം നിങ്ങൾക്കില്ല, വർഗീയത വളരുക, എല്ലാവർക്കും വിഷമമല്ല. ഒരു പാവപ്പെട്ട പെണ്ണ് തെറ്റ് ചെയ്തു. മനുഷ്യൻ ഒരു ഊക്കിൻ തെറ്റിച്ചു, പിന്നെ നരകിച്ച് അവിടെ ജയിലിൽ കടന്നു, യമനിൽ. പിന്നെ ആ പെണ്ണെ അപേക്ഷിച്ചു. ഇതറിയുന്ന ആ പെണ്ണ് തെറ്റിയാൽ ശിക്ഷിക്കേണ്ട ആളില്ലല്ലോ, ഭരണാധികാരിയല്ലേ, അവർ ശിക്ഷിക്കുന്നുണ്ട്.
പിന്നെ ആ പെണ്ണിന്റെ തീരുമാനം എടുക്കണ്ട, റബ്ബ് ഇല്ലല്ലോ. നിനക്ക് എന്തായാലും ചെയ്യാനുള്ളത്? നിനക്ക് എന്താ ചെയ്യാനുള്ളത്? ഒരു സംഘം ആളുകളെ മുഅ്മിനീങ്ങൾ നരകത്തിൽ കാണുമ്പോൾ അവർക്ക് എന്താ ചെയ്യാനുള്ളത്? അവർക്ക് എന്താ ചെയ്യാനുള്ളത്? റബ്ബേ അഖ്രിജുഹും, അവരെ പുറത്താക്ക്. അത് അവരെ ഉത്തരവാദിത്തമാണ്. ആരുടെ? ആരുടെ? മുഅ്മിനിന്റെ ഉത്തരവാദിത്തമാണ് അത്. മുഅ്മിന്റെ ഖൽബ് നിറയെ എന്താണ്? റഹ്മത്തല്ലേ? പൊഴിഞ്ഞ തേയിലിങ്ങനെ ഒരു സംഘം ആളുകളെ കണ്ടാൽ, അറിയില്ല അതിനെ പറ്റുന്നു, അല്ലാഹു അഅലം, സപ്പോസ് കണ്ടാൽ നിന്റെ ഭാഗം എന്താ പറയാനുള്ളത്? കുതിരവട്ട് നളിച്ചില്ലേ അന്ന് തന്നെ ആ കള്ള് ഷാപ്പ് പോയപ്പോ ഞാൻ എന്നോട് പലവട്ടം പറഞ്ഞ തീ കിടന്നൂടെന്ന് പറയലല്ല, പഠിച്ചോനെ ദോഷിയാണെന്ന് ശരി തന്നെ, പക്ഷെ രക്ഷപ്പെടുത്തി റബ്ബേന്ന് പറയേണ്ട ബാധ്യത ആർക്കുണ്ട്? അതല്ലടാ സയ്യിദു ഷാഫിഈനായ മുഹമ്മദ് മുസ്തഫ കിടന്നോട്ടെ എന്ന് പറയാണോ നബി ചെയ്യാ? പഠിച്ചോനെ നീ അവരെ രക്ഷപ്പെടുത്ത്. ഒരു പെണ്ണ്, നിമിഷപ്രിയ എന്ന പെണ്ണ് ജയിലിൽ കിടന്ന് തൂക്കുകലിന്റെ മുന്നിൽ നിൽക്കുമ്പോ മനുഷ്യന്മാർ ഉത്തരവാദിത്തം എന്താ? രക്ഷപ്പെടുത്താൻ പറയാ. അപ്പോഴും വർഗീയവാദം, അവിടെയും വർഗീയവാദം. എന്താണ് ഈ മനുഷ്യന്മാർക്ക്? അതിലെന്ത് ജാതി, അതിലെന്ത് മതം? ഒരു നായ ഒരു കമ്പിയിൽ പണഞ്ഞിട്ട് മുഗല്ലവായ നജസ് നായ ഈ ഒന്നിടത്ത് ജുമയക്കുക. ഒരു നായ കൊട്ടിപ്പടയാ എന്ത് കിടന്നിട്ട് ഒരു കമ്പിയിൽ കിടന്ന് പെടയാണെങ്കിൽ ഇജിപ്പോ ജുമയക്കുവാണല്ലോ, ഒന്നെടുത്തിക്കണല്ലോ, ഞാൻ ജുമാന്റെ വസ്ത്രം ധരിച്ചല്ലേന്നാണോ ചിന്തിക്കണ്ട്? അതാണോ ചിന്തിക്കണ്ട്? ജണ്ടയുണ്ട് ആ നായ രക്ഷപ്പെടുത്തിയ ജുമായ പോയിക്കോട്ടെ. ഇത് അള്ളാന്റെ സിറ്റിയാണ്. മുഗല്ലവായ നജസാനോട് നോക്കാൻ പാടുണ്ടോ? പറയുടെ ചങ്ങായി ഉണ്ടോ? നിന്റെ ജുമയ നഷ്ടപ്പെട്ടോട്ടതാ. ഇക്കാലം വരെ ചെയ്ത ജുമയ അള്ളാഹ് സ്വീകരിച്ചു എന്തുറപ്പുള്ളത്? ഈ പണിയുണ്ട് കഴിഞ്ഞ ജുമയ മുഴുവൻ സ്വീകരിക്കും. കാരണം ഇത് നിന്റെ കൽബിലുണ്ടായ റഹ്മത്താണ്. നിന്റെ പെണ്ണുങ്ങൾ അലക്കി തേച്ചെന്ന വസ്ത്രം നാശാക്കി തിരിച്ചെന്നപ്പോ പള്ളർച്ചം അവൾ ചീത്തറിഞ്ഞു. അവ കേട്ടു. എന്തിന്? ഒരു സാധുവായ ജീവിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ നിന്റെ മേൽ കരുണ ചൊരിയും ആര്? അല്ലാഹ്. അവനാണ് അല്ലാഹ്. അവിടെയും പ്രശ്നം എന്താണ് ഈ മനുഷ്യന്മാർക്ക്? ഞാൻ നിമിഷപ്രിയയുടെ കൂടിയല്ല ഓളെ കൊന്നോട്ടെ. അയ്യയ്യേ, നിങ്ങളൊക്കെ ജീവിക്കണം, ഭൂമി ജീവിക്കേണ്ടി വന്നല്ലോ. അയ്യയ്യേ, എന്താ ഈ മനുഷ്യന്മാർക്ക്? അവൾ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യന്മാരെ കൊന്നു വെക്കുക. എന്നിട്ട് നമ്മോട് അപേക്ഷിച്ചാൽ എന്താ? ഭരണാധികാരി ശിക്ഷ നടപ്പിലായിക്കോട്ടെ, പൊതുജനത്തിന്റെ ബാധ്യത എന്താ? വിട്ടുകൊടുക്കുന്ന അറിയാനല്ലേ? ആണോ അല്ലേ? അത്ര എന്തെങ്കിലും വിചാരിച്ച് ഇപ്പൊ മനുഷ്യന്റെ കൽബിൽ എന്തില്ല? റഹ്മത്ത് എന്ന സാധനം ഇല്ല. അപ്പൊ ഇങ്ങനത്തെ ഭരണാധികാരി ഉണ്ടാവുള്ളൂ. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇല്ല ഇല്ല ഇല്ല. ഒരു ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് ചോദിക്കാം. ഒരു ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്റെ സമുദായത്തിന് ഒരു കാലം വരും. ഹബീബായ നബി പറയാ, മക്കളെ, حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله لا إله إلا الله حسبي ربي جل الله على النبي صلى الله لا سيأتي زمان على أمتي لأمتي لا معنى عليه لا سيأتي زمان لأمتي എന്റെ സമുദായത്തിന് ഒരു കാലം വന്നു ചേരും. യകൂനു ഉമറാഉഹും അലൽ ജൗഇ അവരുടെ ഭരണാധികാരികൾ അക്രമത്തിന്റെ മേൽ മാത്രമായിരിക്കും. നേതാക്കൾ, ഭരണാധികാരികൾ ഒക്കെ അക്രമികളായിരിക്കും. ആര് മേലെ മുന്നിലെ കസേര ഇരിക്കുന്നുണ്ടോ അക്രമിയായിരിക്കും. ഭരണാധികാരികൾ, നേതാക്കളെല്ലാം ആ കാലഘട്ടത്തിൽ അക്രമികളായിരിക്കും. അവർ ആ കാലത്തിന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ അത്യാഗ്രഹികളായിരിക്കും. സ്ഥാനമാനങ്ങളും പണവും വലിച്ചു കൂട്ടണം, അതായിരിക്കും പണ്ഡിതന്മാരുടെ ലക്ഷ്യം. ആരാധന ചെയ്യുന്ന നാടന്മാർ ജനങ്ങളെ കാണിക്കൽ ലക്ഷ്യമായവരായിരിക്കും. നടന്മാരല്ലോണം ഇബാദത്ത് ചെയ്യും, പക്ഷെ എല്ലാവരും പറയും ഇന്നലാണ് 10,000 തേഞ്ഞില്ല സ്വലാത്ത്.
ഞാൻ പെണ്ണുങ്ങൾ പറഞ്ഞ് നിങ്ങൾ ലേശം നേരം കടന്നോളി മനസ്സാണ്. പിന്നെ ഞാനങ്ങോട്ട് ഇരുന്നിട്ട് അവിടെ ചെല്ലി ഓളിൻ്റെ കൈ പിടിച്ച് പുതപ്പിനുള്ളിൽ കിടാൻ നോക്കായല്ല. പക്ഷേ അവിടെ എത്തിയില്ല. 9,925 അല്ലേ ഓർമ്മ ഉണ്ട്. പിന്നെ സുബൈക്ക് ബാങ്ക് കൊടുത്ത് കേട്ട് ഓ അല്ലാതെ ഇവിടുന്ന് വടകര എത്തിയപ്പോഴത്തേന് 10,000 സ്വലാത്ത് പൂർത്തിയായി. അവിടെ എത്തിയിട്ട് എനിക്ക് വിളിച്ചു പറയുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. പുറത്തു പറയണ്ട. പിന്നെ ഈ പോന്തായിക്ക് മൂളല്ലാതെ നിർവാഹമില്ലല്ലോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അറിയാം. പിന്നെ പഞ്ചായത്തിൽ ലഭ്യ അടക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് പറയുന്നു. നേരത്തെ ഞാൻ എനിക്ക് 3 മണിക്ക് ഇത് തഹജ്ജുദ് നിസ്കരിക്കൽ തഹജ്ജുദിൽ ആദ്യത്തെ റക്അത്തിൽ ഞാൻ യാസീൻ ഓതും, രണ്ടാമത്തിൽ ഞാൻ അൽവാക്യ ഓതും, പിന്നെ അങ്ങോട്ട് ഓതും. പിന്നെ 3 മണിക്കൂറാണ് അതുകൊണ്ട് ഓതിയാണ് നിസ്കരിക്കും. അൽഹംദുലില്ലാഹ്. അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പുറത്തു വരേണ്ട പറഞ്ഞാൽ നമ്മളോട് അല്ല, നാളെ വേറെ ആളോട് പറയും. മുമ്പാടും തന്നെ ഇത് സർവ്വസാധാരണയാണ്. സത്യമാണ് ഈ പറയുന്നത്. ഇത് ഞാൻ അതിൻ്റെ അളവ് നിങ്ങളോട് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഓരോരുത്തരും എന്നോട് വിളിച്ചു പറയും. ഇവിടുന്ന് മലപ്പുറത്തെത്തിയപ്പോഴത്തേന് ഞാൻ 10,500 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് റെക്കോർഡ് കയറിയിട്ടുണ്ടാവില്ല. ഇത് എത്ര ബാൽപ്പുണ്ടല്ലോ പോന്തായി. ഇത് മിണ്ടാതെ കാറ് കടന്നുറങ്ങിക്കണമെങ്കിൽ അതായി നന്നായി. പറഞ്ഞിട്ട് കാര്യമല്ല. ഭരണാധികാരികൾക്ക് ഒരക്രമിയായിരിക്കും. ഒരുത്തൻ്റെ വണ്ടി പിടിച്ചപ്പോൾ MLA അടുത്ത് പറഞ്ഞു, നിങ്ങൾ MLA സാർ നിങ്ങളൊന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞണം. അപ്പം MLA പറഞ്ഞു, പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ പറയലില്ല, വിളിക്കലില്ല. പിന്നെ ചെന്തിന് MLA എനക്കറിയില്ലേ മണൽ കയറ്റാൻ വണ്ടി കയറ്റാൻ പാടില്ല, അതറിയാലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ MLA അത്? ഇവിടെ 10-15-20 കൊല്ലം മുമ്പ് സീതിയാജി പറഞ്ഞ MLA ഉണ്ടായി. അയാളോട് ഒരാൾ എന്തെന്നാലും അയാൾ ചെയ്തെടുക്കും. ഒരിക്കൽ അയാൾ കുഴങ്ങിയിട്ട് നട്ടപ്പാതിരെ വീട്ടിൽ വരുമ്പോൾ 2 ആൾ ഇത്തിരിക്കുന്നുണ്ട്. എന്ത് ചോദിച്ചു? ഞങ്ങൾ അനുജനെ പോലീസ് വിളിച്ച് പറഞ്ഞു. അപ്പോൾ നിലമ്പൂർക്ക് അപ്പോൾ ഡ്യൂട്ടിയുള്ള പോലീസുകാരനെ വിളിച്ച്. അപ്പോൾ സീതിയാജിനെ പറ്റിയുള്ള ഒരു പൊതു ഫലിത ഞങ്ങളുടെ നാട്ടിലുള്ളതാണ്. വിളിച്ച് പറഞ്ഞേ, എനിക്ക് ഇന്ന് ലോക്കപ്പിൽ ഒരാൾ കൊതുക് കടിയും കൊണ്ട് കിടക്കണമെന്ന് പൂതിയുണ്ടോ? ഞാൻ കുപ്പായം മാറ്റിയിട്ടില്ല, ഞാനാണ് വരാം. ഓൻ എൻ്റെ ആളാണ്, ഓനെ വിട്ടോളാം, ബാക്കി ഇജ്ജ് തീരുമാനിക്കണ്ട, ഞാൻ കോടതി പറഞ്ഞോളാം. ഞാൻ ആൺകുട്ടിന്ന് പറയും. അതാണ് MLA ഉത്തരവാദിത്വം. ഇവൻ തെറ്റിയിട്ടുണ്ടാവും. തെറ്റ് ചെയ്തോരെ ശരിയാക്കലല്ലേ. കലക്ടർക്ക് വിളിച്ച് സീതിയാജി ഒരു കാര്യം, മുമ്പൊരു കണ്ടമുണ്ടം ഇംഗ്ലീഷേ അറിയുള്ളൂ. ഐ വാണ്ട് യുവർ റിപ്ലൈ യെസ് ഓർ നോ എന്നാ. അതേ അറിയുള്ളൂ. മൂപ്പരുടെ തന്നെ ഒരു പരിതുണ്ട്. ഞാൻ അല്പം ഇംഗ്ലീഷ് പഠിച്ചത് കേട്ടിട്ടാണ് ഇംഗ്ലീഷുകാർ ഹിന്ദി വിട്ടുപോയത്. അപ്പൊ കലക്ടർ പറഞ്ഞു, സർ അത് പറയാൻ പറ്റൂല, അത് നിയമത്തിനെതിരാണ്. അപ്പൊ അടുത്ത മറുപടി സീതിയാജി, നിയമം മാത്രം നടപ്പിലാക്കാനാണെങ്കിൽ നിങ്ങളെപ്പോഴത്തോലും മതി, ഞങ്ങൾ വേണ്ട. നിയമം അല്ലാത്ത നടപ്പിലാക്കാനാണ് ഞങ്ങൾ. അപ്പാരും ചെയ്തു കൊടുത്ത് ബാക്കി ഞാൻ നോക്കും. MLA പറഞ്ഞ നടന്നാണ്. എങ്ങനെയുണ്ട്? ഞാൻ ആൺകുട്ടിയെന്ന് അറിയും, തന്തി നിറപാട് വേണം ആദ്യം. ഇന്ന് നിങ്ങളൊരു കാര്യം പോയി സാധിപ്പിക്കും. ഓരോർക്ക് വലിച്ചുകൂട്ടാൻ നോക്കുന്ന ഒന്നും ഒരാൾ കുറ്റം പറയല്ല, കുറ്റം പറയാതിരിക്കുമല്ല. നാട്ടിൽ മണൽ വണ്ടി കയറ്റും, മണൽ കയറ്റാൻ സർക്കാരിനെതിരായിരിക്കും, കയറ്റിപ്പോവും, പുഴയിൽ പട്ടികൾക്ക് ഉണ്ടാവും. തെറ്റല്ലേ? 100% തെറ്റാണ്. പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ ഒരു വ്യക്തി മറന്നു, പോലീസ് പിടിക്കും, പോലീസ് അത് ചെയ്യണം, ഇല്ലെങ്കിലോ അവരുടെ ഡ്യൂട്ടിക്ക് തെറ്റാണ്. ഇനി അത് പരിഹരിക്കേണ്ട ഭരണാധികാരിയാണ്. ഭരണാധികാരി പോലീസ് സ്റ്റേഷനിൽ വിളിക്കൂല. എന്തേ? മൂപ്പർക്ക് ആ പരിപാടി, പിന്നെ എനിക്കെന്താ പരിപാടി? മനസ്സിലായില്ലേ? കാലൊക്കെ കഴിഞ്ഞോയി. വണ്ടിയന്മാർക്ക് വലിച്ചുവിട നടക്കാം. നിങ്ങൾ MLA എന്ന് പറഞ്ഞാൽ പറയില്ല. എന്തുകൊണ്ട്? മൂപ്പർക്ക് കിട്ടണ പറയും. തൊമ്മാണ് മൂല്യന്മാരൊക്കെ. എന്നുമേൽ അല്ല ഷറഫി വൽമാൽ, സ്ഥാനമാനം പൈസയും കിട്ടണം. അതാണ് ആലിമ്യങ്ങൾക്ക് കൊണ്ട്. ഞാൻ പറയല്ല, ഇത് ആഖിർ സമാനാണെങ്കിൽ നിങ്ങൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ ഇത് അവ്വൽ സമാനാണ് വിധി കളി. മനസ്സിലാക്കണം. ഞാൻ സംസാരിക്കട്ടെ. ഭരണാധികാരികൾ നേതാക്കന്മാരൊക്കെ അക്രമികളായിരിക്കും. പണ്ഡിതന്മാർക്ക് അത്യാഗ്രഹായിരിക്കും. സ്ഥാനമാനം പണം കിട്ടണം.
പണിയെടുത്ത് ഇബാദത്ത് ചെയ്യും നാടന്മാര്, പക്ഷെ ലോകമാന്യല്ലാതെ ഒന്നും ഉണ്ടാവില്ല. കച്ചവടക്കാര് അഖിൽ റിബ, പലിശ നല്ലോണിരിക്കും. ഏർപ്പാടൊക്കെ പലിശ. മര്യാദയ്ക്ക് ചെറിയ കച്ചവടം ഉണ്ടായിരുന്നതാണ്. ആ കച്ചവടം വലുതാകാൻ വേണ്ടി ബാങ്കിന് പലിശ എടുത്ത്. ഇതിന്റെ ആവശ്യമില്ല. പിന്നെന്തേ ഒരു വളരണം. എത്ര കച്ചവടം ഉണ്ടോ അത്രയും ഓനെ എവിടെ നിന്നെടുക്കും? ബാങ്കിൽ നിന്ന്. കച്ചവടക്കാരെല്ലാം പലിശ തിന്നുന്നവരായിരിക്കും. പെണ്ണുങ്ങൾ ദുനിയാവിന്റെ അലങ്കാരത്തിന്റെ പിന്നാലെ ഓടും. ഹജ്ജിന് പോയി വന്ന ഒരു പെണ്ണ് എന്നോട് പറഞ്ഞു, പെണ്ണുങ്ങളെ നിയന്ത്രിക്കുന്ന പെണ്ണുങ്ങളുടെ ചുണ്ടിലെ ലിപ്സ്റ്റിക് കണ്ടിട്ട് ഞാൻ ബേജാറായി പോയാണ്. എവിടെ നിയന്ത്രിക്കണ? റോളയുടെ പരിസരത്ത്. റോളയിലേക്ക് ആളുകൾ നിയന്ത്രിക്കുക ലിപ്സ്റ്റിക്കാ. അതിട്ട ഒന്നും സഹിയാവൂല. എന്നാ പിന്നെ ഓക്ക് ഉദുവിന്റെ നേരാവൂല. അപ്പോൾ പള്ളി കയറാനും പറ്റൂല. ഇത് പോയാ അത് പോവും, അത് പോയാ അത് പോവും. മനസ്സിലായില്ല? അള്ളാഹ് ഹറാമാക്കിയ സാധനമാണത്. മനസ്സിലായി? എവിടെയൊക്കെ ഈ ലിപ്സ്റ്റിക് ഇട്ടിട്ട് നിൽക്കണത്? അർമേനും അല്ല ആചാര്യ, റൗളത്തു ശരീഫയിൽ മുത്തനബിന് മുന്നിൽ. പെണ്ണുങ്ങൾക്ക് ദുനിയാവിന്റെ സീനത്തിന്റെ പിന്നാലെ. അക്കാലത്ത് ഭരണാധികാരി രക്ഷിക്കും. നിങ്ങൾ എന്തിനാ നരേന്ദ്രമോദിയെ കുറ്റം പറയുന്നത്? ഇജ്ജ് നന്നായോ? ചെന്നായോ ഓനെ അള്ളാഹ് നന്നാക്കി തരുമല്ലോ. അയാൾക്ക് നന്നാകാലോ. മനസ്സിലായില്ലേ? എന്തിനാണ് പിണറായി വിജയനെ കുറ്റം പറയുന്നത്? നീ പിണറായി വിജയൻ പോയിട്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായ എവിടെന്നോ അയ്യേ എന്റെ പൊട്ടാടിയെ ഇത്ര വലിപ്പുണ്ടല്ലോ. അനക്കെ MLA കോട്ടേഴ്സ് പോയി കടന്നുറങ്ങാം. മന്ത്രി എന്റെ മൂത്താപ്പാന്റെ അമ്മായിന്റെ മകളെ കിട്ടിയവന്റെ മൂത്തമ്മാന്റെ മകനാണ് എന്നറിയാം. അങ്ങനെയൊക്കെ പറയാം. നമ്മളെ മന്ത്രി ഉണ്ടല്ലോ, വിദ്യാഭ്യാസ മന്ത്രി. എന്റെ മൂത്താപ്പാന്റെ മകളെ കിട്ടിയവന്റെ അമ്മായിമാന്റെ മൂത്താപ്പാന്റെ മകന്റെ കുട്ടിയാണ് എന്ന് പറയും. ഞാനും അങ്ങനെയൊക്കെ പറയാം. അല്ല, അത് എളുപ്പത്തിലാണോ? എനിക്ക് ഇവിടുന്ന് വണ്ടി കയറാം. സ്ഥിരമായി വണ്ടി കയറുന്ന പോലെ ആളുകളെപ്പം കാണാറില്ല. ഇനി ഒരു ഭരണം മാറിയാൽ വണ്ടി കയറും. ഇടയ്ക്കിടയ്ക്ക് രാത്രി നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ പോകാൻ തിരുവനന്തപുരത്ത് പോകാന്ന് പറയും. ഇപ്പം എന്തൊരു പോകാത്ത് ഇവിടുന്ന് വല്ലാതൊന്നും കിട്ടാനില്ല. ഇപ്പോൾ വേറൊരു കൂട്ടിനെ പോണത്. ഇനി പെരുമാറും. ഈ മാറ്റല്ലാതെ പെട്രോളിന് പിന്നെയും പൈസ കൂട്ടി കൊടുക്കേണ്ടി വരും. അരിക്ക് വില കുറയില്ല. ഒന്നും കുറയില്ല. പ്രിട്ടോറിയ ഭരണകൂടം തകർക്കപ്പെട്ടു 1990. അങ്ങനെ സൗത്ത് ആഫ്രിക്കയിൽ പ്രിട്ടോറിയ വെള്ളപ്പട്ടാളത്തിന്റെ തകർച്ച വന്നു. പിന്നെ തദ്ദേശീയർ അധികാരത്തിൽ കയറിയ ആ ആഴ്ച ആഫ്രിക്കക്കാര് വണ്ടി കയറി ബസ് കയറി പൈസ കൊടുക്കൂല. അപ്പോ പൈസ കൊടുക്കാത്ത എന്താണ് കണ്ടക്ടർമാർ ചോദിച്ചാൽ പറയും, നമ്മൾ വെള്ളക്കാരുടെ കാലത്തല്ലേ പൈസ കൊടുക്കും, ഇപ്പൊ നമ്മൾ നാടല്ലേ. മനസ്സിലായില്ല? വെള്ളക്കാർ പോയല്ലോ, നീ നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മളാണല്ലോ, നമ്മൾ വണ്ടിയല്ലേ. എങ്ങനെയുണ്ട്? വിചാരിച്ചോ നമ്മളെ വണ്ടി എന്ന് വണ്ടി കയറിക്കാം? അത് UDF വലിച്ചാലും LDF വലിച്ചാലും BJP വലിച്ചാലും വണ്ടിക്ക് ടിക്കറ്റ് കൃത്യമായിരിക്കും, വെള്ളക്കരം കൃത്യമായിരിക്കും, എല്ലാം കൃത്യമായിരിക്കും. അതേ സമയത്ത് നീ കയ്യുമായവനെ പ്രത്യേകമായി പരിഗണിച്ച് തൗബ ചെയ്താൽ ഇവരായിക്കൊണ്ട് തന്നെ നിന്റെ മേൽ അത്വ ചെയ്യാനുള്ള സംവിധാനം അല്ലാഹു തആല ഒരുക്കി തരും. ഇവരെല്ലാം നിന്റെ യജമാനൻ ആരാണ്? അല്ലാഹ്. നിന്റെ യജമാനൻ അല്ലാഹ്. ഹദീസ് ഒന്നും കൂടി പറയാം, ചൊല്ലി അവസാനിപ്പിക്കാണ്. സയഅതി സമാനുൽ ഉമ്മത്തി, എന്റെ സമുദായത്തിന് ഒരു കാലം വരും, അവരുടെ ഭരണാധികാരികൾ ആയിരിക്കും അലൽ ജൗരി, അക്രമത്തിന് മേലായിരിക്കും. പണ്ഡിതന്മാർ അത്യാഗ്രഹമുള്ളവരായിരിക്കും, സ്ഥാനമാനവും പണവും. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന നാടന്മാർക്ക് റിയാഅ് മാത്രമായിരിക്കും. കച്ചവടക്കാർക്ക് പലിശ തിന്നൽ മാത്രമായിരിക്കും.
പെണ്ണുങ്ങൾക്ക് ദുനിയാവിന്റെ അലങ്കാരങ്ങൾ മാത്രമായിരിക്കും. ഇതന്നെ തന്നെ ഇനി വർത്താനം പറയണ്ട. ആഖിർ അങ്ങനെയാണ്. കാരണം ജനങ്ങളൊക്കെ ഇവിടെ മോശമായത് യഥാർത്ഥത്തിൽ ആരാണ്? ജനങ്ങളാണ്. ജനങ്ങൾ മോശം ഇങ്ങനെ തന്നെയായിരിക്കും. ഇല്ലെങ്കിൽ ഭരണാധികാരി അട്ടിമറിയും.